ഹലോ, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ വീഡിയോയിൽ വരാൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാമെന്ന് വിചാരിച്ച് വന്നതാണ് ഇന്ന് വീഡിയോയിൽ. അല്ലാണ്ട് ഫേസ്ബുക്കിലൊന്നും കണ്ടിട്ടൊന്നുമല്ല ഇന്ന് ഞാൻ വീഡിയോയിൽ വന്നിരിക്കുന്നത്. എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പല ആൾക്കാരും പല പാർട്ടികളിലും ഉള്ള ആൾക്കാരാണ്. പല പാർട്ടിയും ഇന്ന പാർട്ടി എന്നില്ല, പല പാർട്ടികളും ഓരോരുത്തർക്കും ഓരോ പാർട്ടി സ്വീകരിക്കാനുള്ള രാഷ്ട്രീയം സ്വീകരിക്കാനുള്ള അവകാശം ഉണ്ടല്ലോ. അപ്പോൾ ഓരോരുത്തരും ഓരോ രാഷ്ട്രീയക്കാരായിരിക്കും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ രാഷ്ട്രീയക്കാരൊക്കെ നമ്മളെ എല്ലാ രാഷ്ട്രീയക്കാരും ഓരോരോ ഫണ്ടുകൾ പിരിക്കും, ഓരോ തരത്തിലായിട്ട് ഫണ്ട് പിരിക്കും. അപ്പോൾ ഈ ഫണ്ട് പിരിക്കുമ്പോൾ എല്ലാ വർഷവും ഈ ഫണ്ട് പിരിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഒരു രോഗിയായ ഒരാൾക്ക് ആരോ ആവട്ടെ, അത് കിട്ടേണ്ട ആൾക്ക് തന്നെ കിട്ടണം കേട്ടോ, അല്ലാണ്ട് വേറുള്ളവർക്ക് കൊടുക്കരുത്. ഒരു രോഗിയായ ആൾക്ക്, വീടില്ലാത്ത രോഗിയായ ഒരാൾക്ക് ഒരു വീട് വെച്ച് കൊടുക്കാനുള്ള ഒരു സംവിധാനം എല്ലാ വർഷവും ഏത് പാർട്ടി ആയിക്കോട്ടെ, BJP യോ കോൺഗ്രസ്സോ മാർക്സിസ്റ്റോ ആരോ ആയിക്കോട്ടെ, ഏത് പാർട്ടി ആയിക്കോട്ടെ. എനിക്കൊരു പാർട്ടി ഉണ്ട്, ഞാനൊരു പാർട്ടിയുടെ ആളാണ്, എനിക്കൊരു പാർട്ടി ഉണ്ട്. പക്ഷേ ഇന്ന പാർട്ടിയെന്ന് ഞാൻ പറയുന്നില്ല, ഏത് പാർട്ടിയിലുള്ള ആളായിക്കോട്ടെ, അവർ ആ ഫണ്ട് പിരിക്കുമ്പോൾ എല്ലാ വർഷവും ഓരോരോ ഫണ്ടുകൾ പിരിക്കുമ്പോൾ അവർക്ക് പറ്റുന്ന രീതിയിൽ ഒരു വീട് വെച്ച് കൊടുക്കാനുള്ള ഒരു സംവിധാനം എല്ലാ പാർട്ടിക്കാരും ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ നാട്ടിൽ കുറേ പാവപ്പെട്ടവർക്ക് ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് കാത്ത് നിൽക്കാതെ ഒരു വീട് കിട്ടാനുള്ള ഒരു സംവിധാനമാവും. എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞോന്ന് മാത്രം. എത്ര ഫണ്ടുകൾ ഓരോരുത്തർ ഇപ്പോൾ ഓരോ പാർട്ടിയിലുമായിട്ട് പിരിക്കുന്നുണ്ട്, എത്രയോ ഫണ്ടുകൾ വീട് വെച്ച് കൊടുക്കുന്നുണ്ടാവും. പക്ഷേ ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതല്ല, എല്ലാ വർഷവും ഈ ഫണ്ടുകൾ പിരിക്കുമ്പോൾ എല്ലാ വർഷത്തിലും ഒരു ചെറിയ വീട്. അതുപോലെ തന്നെ അമ്പലങ്ങളിൽ, എത്രയോ അമ്പലങ്ങളിൽ ഇഷ്ടം പോലെ കാശ്, എത്ര കാശാണുള്ളത്. ഇപ്പോൾ ഗുരുവായൂർ അമ്പലത്തിലൊക്കെ എത്ര പൈസയാണ് കിടക്കുന്നത്, എത്ര പൈസ. ഭഗവാൻ എന്തിനാ അത്രയും പൈസയൊക്കെ? അപ്പോൾ ഒരു പാവപ്പെട്ട ആൾക്ക് അമ്പല കമ്മിറ്റികളൊക്കെ കൂടി തീരുമാനിച്ചു, ഒരു പാവപ്പെട്ട ആൾക്ക്, ഒരു രോഗിയായ ഒരാൾക്ക് ഒരു വീട് വെച്ച് കൊടുക്കാനുള്ള ഒരു സംവിധാനം ചെയ്യുകയാണെങ്കിൽ എത്രയോ നല്ല കാര്യമാണ്. നമ്മൾ കട്ടെടുക്കൊന്നുമല്ലല്ലോ ചെയ്യുന്ന അമ്പലത്തിലെ, എല്ലാവരും കൂടി അമ്പല കമ്മിറ്റികൾ തീരുമാനിച്ചിട്ട് ചെയ്യുന്നൊരു പ്രവൃത്തിയാവും അത്. അപ്പോൾ അത് ഭഗവാന്റെ മുതൽ അല്ലാതെ കണ്ട് തന്നെ എത്രയോ ആൾക്കാർ ഓരോരോ തരത്തിൽ ചെയ്യുന്നുണ്ടാവും. അതൊന്നും ഇല്ല എന്നൊന്നും പറഞ്ഞാൽ അതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല, കാരണം അങ്ങനെയൊക്കെ നടക്കുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരു സംവിധാനം ചെയ്യുകയാണെങ്കിൽ എത്രയോ ആൾക്കാർക്ക് അതൊരു സഹായമാവും. എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഇതിന് ആരൊക്കെ ഭക്തജനങ്ങളോ രാഷ്ട്രീയക്കാരോ ആരൊക്കെ ഇതിന് ഇത് വിടും എന്ന് എനിക്കറിയില്ല. ആര് വിട്ടാലും എനിക്ക് പറയാനുള്ള ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞു, അത്രമാത്രം. ഓക്കെ.